നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ തിവിം സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് താഴെ നമ്മൾ സ്കൂട്ടി റെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ കുറച്ച് താഴോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് ഇടവഴി കയറിയിട്ട് അകത്തോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇതുപോലുള്ളൊരു ഷോപ്പുണ്ട് സ്കൂട്ടിയൊക്കെ റെൻറ്റിന് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഇത് വീഡിയോയിലൊക്കെ കണ്ട് നമ്മൾ അന്വേഷിച്ച് കോളൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂട്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഇതിൽ 500 റുപ്പീസ് പെർ ഡേയിലാണ് നമ്മൾ ഈ ഒരു സ്കൂട്ടി എടുത്തിരിക്കുന്നത്. ഞങ്ങൾ 7 ദിവസത്തേക്കാണ് എടുത്തത്. അപ്പം അത് ഏകദേശം ഒരു 3500 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇടയ്ക്കാണെങ്കിൽ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജൂലൈ മാസത്തിലാണ് പോയത്. അപ്പം മഴ ഇടയ്ക്ക് പെയ്തത് കൊണ്ട് ഞങ്ങളൊരു കടയിൽ കയറി നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റിവേറ സഫേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്. 1 BHK സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ്. ഇവിടെ 1 BHK 2 BHK ഒക്കെ കിട്ടും. ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സിയോലിം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ഉള്ളത്. നല്ല രസമായിട്ടോ, നല്ല ഗ്രീൻ ആണ്. ഫുള്ളും ചുറ്റും നമുക്ക് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്ന ദിവസമല്ല ഞാൻ ഈ ഒരു റിസോർട്ടിൻ്റെ ഫുൾ ടൂർ എടുക്കുന്നത്. ഞാൻ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം വന്ന ദിവസം ആകെ തളർന്ന് എങ്ങനെയും പെട്ടെന്ന് റെഡി ആയിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോയാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെ സൈഡിലൊക്കെ നോക്കിയാൽ കാണാൻ നിറച്ച് മുളയും എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെല്ലാം ഓരോരോ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. നമ്മൾ ഇവിടുന്ന് നേരെ കയറുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നതാണ്. എൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് നട്ടപ്പാതിരയ്ക്കൊക്കെ ഈ ഒരു സെക്യൂരിറ്റി ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമാധാനമാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിലും നല്ല സേഫ്റ്റിയാണ് പ്രത്യേകിച്ച്. അപ്പം നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ അവിടെ അകത്ത് ഒരു പൂളൊക്കെ ഉണ്ട്. പൂളിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇവിടെ ഇതെല്ലാം ഓരോരോ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. വേറെ ഓരോരുത്തരുടെയും അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഓരോരുത്തരും താമസിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്. അപ്പം എൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ എൻ്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങൾ നേരെ കയറി വരുമ്പോൾ തന്നെ സൈഡിൽ ബാത്റൂമും ടോയ്ലറ്റും എല്ലാം കൂടെയാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ഇൻവേർട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ അവരൊരു ലോണ്ടറി ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കയറി വരുമ്പോൾ കുറച്ച് നീളമുള്ളൊരു നല്ല സ്പേസാണ്, ലിവിങ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ. ഒരു ഓപ്പൺ കിച്ചൺ ആണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ ഒരു കൊച്ചു സ്റ്റൗ കൊടുത്തിട്ടുണ്ട്, അത് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓവൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഡിഷ് വാഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ സീലിംഗ് ആണ്. എനിക്ക് ഇവരുടെ ആ ഒരു സീലിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ലെങ്ത് ആണ്. സീലിംഗ് ഭയങ്കരമായിട്ട് ഹൈ ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ഒന്നും പറയാൻ അറിഞ്ഞൂടോ, പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡിലൊരു 2 ചെയറും ഒരു കുട്ടി ടേബിളും കൊടുത്തിട്ട് ഒരു ഡൈനിങ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഒന്നും കേടായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല. പിന്നെ അവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്. TV കാണാം. അതിൻ്റെ കുറച്ച് സൈഡിൽ വരുമ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഒരു വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. അവിടെ നിന്നാലാണെങ്കിൽ ദൂരെയാണെങ്കിൽ ഒരു കൊച്ചു വയലൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ അവർ ഒരു ഡ്രോയിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഡ്രോയിങ്ങിൻ്റെ തൊട്ട് താഴെ അവർ അയൺ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു വലിയ കബേർഡ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ.
കബേർഡിൽ അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനങ്ങളും വരും. പ്ലസ് അവർ ഒരു ലോക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ലോക്കറിൽ വെക്കാനായിട്ട് പറ്റും. എൻ്റെ ഈ ഒരു കബേർഡ് ഭയങ്കരമായിട്ട് മെസ്സായിട്ട് കിടക്കുകയാണ്, അതൊന്നും നോക്കണ്ട. അപ്പോൾ ഇതാണ് ബെഡ്. ഓ എൻ്റെ ദൈവമേ, എൻ്റെ വായെല്ലാം തെറ്റിപ്പോകുന്നു. ഓക്കെ, ഇതാണ് ബെഡ്. നല്ല കംഫി ആയിട്ടുള്ള ബെഡാണ്, ഒരു കുറ്റവും പറയാനില്ല. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു കണ്ണാടി, ഒരു ചെറിയ ടേബിൾ, ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. AC ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ബാൽക്കണി അല്ല, പക്ഷെ നല്ല വലിയ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നും നമ്മൾ വെളിയിലോട്ട് നോക്കുകയാണെങ്കിൽ ദൂരെ ഒരു വയൽ പോലെയുള്ള ഇതിലിപ്പോൾ നിങ്ങൾക്ക് എത്ര കാണാമോ എന്നെനിക്കറിയില്ല, പക്ഷെ അതിനകത്ത് നിന്ന് നമ്മൾ നോക്കിയാൽ ദൂരെ ഒരു വയലൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. എനിക്കാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞങ്ങളിത് ലാസ്റ്റ് മിനിറ്റാണ് ഞാൻ കണ്ടുപിടിച്ച് ഇത് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. വിശന്നിട്ട് വയ്യ. അപ്പോൾ ഗോവയിലെ എൻ്റെ ആദ്യത്തെ ഔട്ട്ഫിറ്റാണ്. ഇതൊരു കോട്ടൻ്റെ ഒരു ചെറിയ ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ്. അപ്പോൾ ഇനി അധികം സമയമില്ല, ഓൾറെഡി 3 മണിയായി. ഇനി എന്തെങ്കിലും ചെന്നൊന്ന് പെട്ടെന്ന് കഴിച്ചാൽ കൊള്ളാമെന്നേ ഉള്ളൂ, അത്രയ്ക്കും വിശപ്പുണ്ട്. ഞങ്ങൾ കൂടുതൽ മെനു ഒന്നും നോക്കാൻ നിന്നില്ല. ഞങ്ങൾ കണ്ണും പൂട്ടി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത്. അപ്പോൾ അച്ചൂനാണെങ്കിൽ വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. 3-3:30 കഴിഞ്ഞു അത് കഴിച്ചിട്ട്. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. വിശന്നിരുന്നത് കൊണ്ടാണോ എന്നറിഞ്ഞൂടാ, നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസിന്. പിന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം കൊള്ളായിരിക്കുമെന്ന്. ചിക്കൻ ഫ്രൈഡ് റൈസ് ദോഷം പറയരുതല്ലോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ സ്കൂട്ടി എടുത്ത് വന്നത് വാഗട്ടറിലാണ്. ഇത് വാഗട്ടർ ക്ലിഫിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാം, ഫോട്ടോസ് എടുക്കാം, വ്യൂ എൻജോയ് ചെയ്യാം, ഐസ്ക്രീം കഴിക്കാം. അവിടെ സൈഡിലാണെങ്കിൽ ഒരു ഫുഡ് ട്രക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഷവർമയൊക്കെ കൊടുക്കുന്നുണ്ട്. ആളുകൾ അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ ഓരോ കലാപരിപാടികൾ ബിസിയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജൂലൈയിലാണ് ഈ ഒരു ഗോവയിലേക്ക് ട്രിപ്പ് പോയത്. ജൂലൈ ടൈം എന്ന് പറയുന്നത് അവിടെ മഴ സീസണാണ്, ഭയങ്കര മഴ സീസണാണ്. നോർത്തിൽ എനിക്ക് തോന്നുന്നു അത്രയും മഴയില്ല, നോർത്തിനേക്കാളും കൂടുതൽ സൗത്തിലാണ് കേട്ടോ മഴ. അത് ഞങ്ങൾ പോയപ്പോഴാണ് മനസ്സിലായത്. എന്നാലും ഈ ഒരു പൊതുവേ ഈ സീസൺ എന്ന് പറയുന്നത് അവിടെ ഓഫ് സീസണാണ്, ജൂലൈ ഒക്കെ ഓഫ് സീസണാണ്. എന്നിട്ടും അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മഴ ഭയങ്കര ഇഷ്ടം. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടം, എന്താണെന്ന് അറിഞ്ഞൂടാ. മഴയത്ത് നടക്കാനും എവിടെ പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾക്കൊരു ബെഞ്ച് കിട്ടി. അപ്പം ഞങ്ങൾ ഓടിച്ചെന്ന് അവിടെ ഞാനും അച്ചും കൂടി ഇരുന്ന് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു, സമ്മർ ടൈമൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കാണാൻ എന്താ അടിപൊളിയായിരിക്കും, നല്ല വ്യൂ ആയിരിക്കും കിട്ടുന്നത് ആ ഒരു സമ്മർ ടൈമിൽ. പക്ഷേ ഇപ്പം നല്ല ഒരു കോള് കൊണ്ടിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ പെയ്യും. ഞാനാണെങ്കിൽ മൊത്തം നനഞ്ഞ് കുളിക്കും. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഓക്കെ, എൻജോയ്.
പോവാണ്. കണ്ടോ മഴയത്ത് എന്താ രസം. ഞാൻ നനഞ്ഞു കുഴഞ്ഞൊരു പരുവായിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇവിടെ വന്നിരുന്നു കോട്ടൊക്കെ ഇട്ട്. ഞാൻ ഗോവയിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. നമ്മൾ കടൽത്തീരത്ത് നിൽക്കുമ്പോഴാണ് ഭയങ്കര ശക്തിയിൽ മഴ വരുന്നത്. ആ മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കയറി നിന്നാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ ശരിക്കും നടന്ന് ഞങ്ങൾ സ്കൂട്ടിയുടെ അടുത്ത് വന്ന് റെയിൻകോട്ട് ഇടുന്നതിന് മുമ്പ് മൊത്തം ഞങ്ങൾ മുകളിൽ തൊട്ട് താഴെ വരെ നനഞ്ഞു, മൊത്തം നനഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് മഴ നിൽക്കുകയും ചെയ്തു. പിന്നെ നല്ല മഴയൊക്കെ പെയ്തപ്പോൾ ഞങ്ങൾ ഒരു ചോളം വാങ്ങിച്ച് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനും അച്ഛനും കൂടെ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാണ്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ നൈറ്റ് വ്യൂ ആണ്. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടെ സുന്ദരിയായിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി. അപ്പം ഞങ്ങളാണെങ്കിൽ ഇവിടെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ മഴ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് മൊത്തത്തിൽ ഞങ്ങൾ നനച്ച് കളഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന് ഫ്രഷ് ആയിട്ട് ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചില്ലേ, സെയിം റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കുന്നത്. കാരണം അവിടെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിയോലിമിൻ്റെ അടുത്താണ് എല്ലാ മെയിൻ സംഭവങ്ങളും. അതായത് ബാഗ ബീച്ച് അടുത്താണ്, വാഗട്ടർ ബീച്ച് അടുത്താണ്, അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒരു സിയോലിമിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഡിന്നറിന് ഓർഡർ ചെയ്തത് സ്റ്റാർട്ടറായിട്ട് ചില്ലി ചിക്കനും പിന്നെ റൈസും പ്രോൺസ് കറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം അടിപൊളിയായിരുന്നു. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഡിന്നറൊക്കെ എൻജോയ് ചെയ്യട്ടെ. നാളെ കാണാമേ. ബൈ. ഗുഡ് മോർണിംഗ്. ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ്. ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു. ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. സാധാരണ നമ്മൾ സ്ഥലമൊക്കെ മാറി അത്ര ഉറക്കം വരണമെന്നില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. ഞാൻ രാവിലെ ബാൽക്കണിയിലോട്ടൊന്ന് വന്നതാണ്. ഇവിടെ വന്നിട്ട് ആദ്യത്തെ മഴയല്ലേ. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമൊക്കെ മഴ പെയ്യുന്നു. മഴയൊക്കെ കുറച്ച് നേരം അങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്നിട്ട് ഞാൻ പോയി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ സെക്കൻഡ് ഡേയിലെ ഔട്ട്ഫിറ്റ്. കൊള്ളാമോ? ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെളിയിലോട്ട് പോകണം. രാവിലെ അല്ല, കുറച്ച് ലേറ്റാണ്. കാരണം എനിക്ക് വെള്ളമൊക്കെ കുടിച്ചൊന്ന് സെറ്റ് ആവാനൊരു ടൈം വേണമല്ലോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടു. ഇതാണ് എൻ്റെ ഡ്രസ്സ്. എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. എങ്ങോട്ടാന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ഡിസൈഡൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാം. അപ്പോൾ പോയാലോ? രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ?
ഫ്രണ്ടിൽ കയറി നടക്കരുത്. ഇറിറ്റേഷൻ അടിച്ചു തൂറാൻ വേണ്ടി തിരിച്ചു പോന്നു. ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് കയറേണ്ടി വന്ന്. ഞങ്ങൾ രാവിലെ കറക്റ്റ് ടൈമിൽ റെഡിയായി ഇറങ്ങി. രാവിലെ കുളിയും നനയും മറ്റ് കലാപരിപാടികളൊക്കെ തീർത്തിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ടും അപ്പിയിടണമെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു കയറി. ഇത് എവിടെ പോയാലും സ്ഥിരമുള്ള ഒരു ഏർപ്പാടാണ്. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? എനിക്കറിഞ്ഞൂടെ. ഇത് എവിടെ പോയാലും ഈ ഒരു കലാരൂപത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഏകദേശം ഞങ്ങളപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും അച്ചുവിന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങൾ മാച്ചിങ് ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേയിലെ ഈ ഒരു യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ ഞാനാണ് പുറകെ ഇരുന്ന് അച്ചുവിന് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉണ്ട്. അമ്മായി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ വഴി പറഞ്ഞു കൊടുക്കും, അച്ചു അങ്ങനെ പോവും. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ എവിടേക്കാണ് പോവേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. കാരണം പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു വഴി നമ്മൾ നേരെ പോകുന്നത് അഗോഡ ഫോർട്ടാണ്. ഇവിടെ കണ്ടോ കുറേ ബോട്ടൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബോട്ടിങ് ചെയ്യാം. ക്യാഷ് ഉണ്ട്, പേ ചെയ്താൽ മതി. അപ്പോൾ എനിക്കും അച്ഛനും അങ്ങനെ ബോട്ടിങ്ങിന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ് ചെയ്തില്ല. ഞങ്ങൾ നേരെ അഗോഡ ഫോർട്ടിലോട്ടാണ് പോയത്. പിന്നെ ഈ അഗോഡ ഫോർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ശൃംഗേരിയം ഫോർട്ട് എന്ന് പറഞ്ഞ് ഇതിൻ്റെ താഴെ തന്നെയാണ്. രണ്ടും തമ്മിൽ ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്തടുത്ത് തന്നെയാണ് ഈ രണ്ട് ഫോർട്ടുകളും ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു അഗോഡ ഫോർട്ടിൽ കറങ്ങിയതിന് ശേഷം നമുക്ക് ശൃംഗേരിയം ഫോർട്ടിലേക്ക് പോവാം. ഇവിടെ നമ്മൾ നല്ല രസമാണ്. നമ്മളിതിലേക്കൂടെ നമ്മുടെ നാട്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ്. ചുറ്റും നല്ല മരങ്ങൾ, ഫുൾ ഗ്രീൻ ആണ്. കറക്റ്റ് നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അഗോഡ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു റോഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടു, ഇവിടെ സൈഡിൽ അവർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫീസ് വാങ്ങുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും പാർക്കിങ്ങിന് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഇവിടെ 2 വീലറിന് സെപ്പറേറ്റ്, അവിടെ 4 വീലറിന് എല്ലാത്തിനും പാർക്കിംഗ് ഉണ്ട്. നമ്മൾ പാർക്കിങ്ങിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ട്. നമ്മൾ ക്യാഷ് കൊടുത്ത് പാർക്കിങ്ങിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്, ഈ അവിടെ ഇവിടെയൊക്കെ സ്കൂട്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അവർ വന്ന് എടുത്തുകൊണ്ട് പോയി അങ്ങനെ പണി കിട്ടും. അപ്പം എപ്പോഴും നമ്മൾ പേ ചെയ്തിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നതായിരിക്കും സേഫ്. അങ്ങനെ ഞങ്ങൾ അഗോഡ ഫോർട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എനിക്ക് തോന്നുന്നു 20 50 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ. വലിയ ഒരു എമൗണ്ടൊന്നും ഇല്ല, 20 അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ എൻട്രൻസിൽ അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോവാം. ഈ ഫോർട്ടിൻ്റെ എൻട്രൻസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല പച്ച പരവതാനി വിരിച്ചിട്ടുള്ള ഒരു അടിപൊളി ഗാർഡനാണ് ഇവിടെ സൈഡിൽ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്. നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ഈ ഒരു അഗോഡ ഫോർട്ട്. പോർച്ചുഗീസ് ഭരണകാലത്ത് ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു കോട്ട കടലാക്രമണങ്ങളിൽ നിന്ന് ഗോവയെ സംരക്ഷിക്കാനായിരുന്നു പ്രധാനമായിട്ടും അവർ ഉപയോഗിച്ചിരുന്നത്. അഗോഡ എന്ന പേര് പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളം എന്നാണ് അർത്ഥം.
പണ്ട് കാലത്താണെങ്കിൽ കടൽ യാത്രയ്ക്കൊക്കെ കുടിവെള്ളം നൽകുന്ന വലിയ ജലസംഭരണികളും ഇവിടെ ഉണ്ടായിരുന്നു. അഗോഡ കോട്ടയുടെ ഏറ്റവും മനോഹരമായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇവിടെ നിന്ന് അറബിക്കടലിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കുറച്ചുകൂടെ മുമ്പിൽ പോകുമ്പം നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. ഇന്നും ഗോവയുടെ ചരിത്രവും സംസ്കാരവും അറിയാൻ എത്തുന്ന യാത്രികരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ഒരു അഗോഡ ഫോർട്ട് എന്ന് പറയുന്നത്. ഗോവയിലേക്ക് എത്തുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ അഗോഡ ഫോർട്ടിൽ വന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട്. നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഇവിടെ വരുന്ന സ്ത്രീജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെപ്പോലെ ഇതുപോലെ ചെറിയ ഡ്രസ്സുകളാണ് ഇടുന്നതെങ്കിൽ നമ്മൾ നീ ലെങ്ത്ത് വരെയുള്ള എന്തെങ്കിലും ഷോർട്സ് അകത്തിടുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ വന്ന് നന്നായിട്ട് ബുദ്ധിമുട്ടി, കാരണം ഭയങ്കര കാറ്റായിരുന്നു. ഞാൻ ഇട്ടിരുന്ന ഷോർട്സ് എൻ്റെ മുകളിലോട്ട് ചുരുണ്ടുകൂടി എൻ്റെ മാനം കപ്പൽ കയറുമെന്ന് പേടിച്ചായിരുന്നു ഞാൻ നടന്നത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ ഭയങ്കര കാറ്റാണ്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഗോവയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബീച്ചുകൾ മാത്രമല്ല കേട്ടോ, ചരിത്രവും വൈബും ഒരുമിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കൂടിയാണ് ഇവിടെ ഉള്ളത്. അഗോഡ കോട്ടയിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഒരു വശത്ത് അനന്തമായ കടൽ, മറ്റൊരു വശത്ത് പഴയ കോട്ടയുടെ മതിലുകൾ, പിന്നെ മുകളിൽ നീലാകാശം. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും. നല്ലൊരു പെർഫെക്റ്റ് ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഒരു അടിപൊളി വൈബായിരിക്കും, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 9:30 AM to 6 PM ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. ഞാനും അച്ഛനും കൂടെ അങ്ങനെ ഈ ഒരു അഗോഡ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഭയങ്കര വിശപ്പ്, തലവേദന, ഭയങ്കര കാറ്റ്, ഡമ്മോ, ഭയങ്കര വിശപ്പ്. ഇനി എന്തെങ്കിലും പോയി കഴിക്കണം. അപ്പം നമുക്ക് പോയാലോ എങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ആണെങ്കിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഈ സമയം വരെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, വെറും വയറ്റിലാണ്. അപ്പോൾ ചെറിയ ചെറിയ കടകളുണ്ട് ഇതിൻ്റെ വെളിയിൽ. അപ്പോൾ ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. ഞാൻ കുറച്ച് പേരയ്ക്ക വാങ്ങിച്ചു. നല്ല ടേസ്റ്റായിട്ട്, എന്താണെന്ന് പറയുന്നത് നല്ല മധുരം ഉണ്ടായിരുന്നു. അവർ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് തന്നത്. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ലഞ്ച് കഴിക്കാൻ പോകാമെന്ന്. പക്ഷേ ലഞ്ചിന് മുമ്പ് നമുക്കിവിടെ ശൃംഗേരിയം ഫോർട്ട് കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. കാരണം നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് ആ ഒരു ഫോർട്ടും. ഇനി ലഞ്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നതിനേക്കാളും നല്ലത് നമ്മൾ പോകുന്ന വഴിയിലായതുകൊണ്ട് നമുക്ക് അതും കൂടെ കണ്ടിട്ട് പോകാം. എന്ത് പറയുന്നു? വായോ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എവിടെയാണ്? ശൃംഗേരിയം ഫോർട്ട്. ദൈവമേ, ഞാനീ പറയുന്നതൊക്കെ ശരിയാണോ എന്നറിഞ്ഞുകൂടാ, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ മുമ്പോട്ട് കുറേ നടക്കണം. നിങ്ങൾ എൻ്റെ ആ ഒരു കഷ്ടപ്പാട് നോക്ക്. പാവം, ഞാൻ എൻ്റെ ആ ഡ്രസ്സ് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. എങ്ങാനും കാറ്റത്ത് പറന്നു പോയാൽ ഞാൻ തീർന്നു. ഞാൻ ശരിക്കും ഇത് പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഇത് എനിക്കൊരു പാഠമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും എല്ലാവർക്കും അത് പറഞ്ഞു തന്നിട്ടുണ്ട്.
ഫോർട്ടിന് സ്വന്തമായിട്ടൊരു ചരിത്രമുണ്ട്. പക്ഷേ ഇത് അഗോഡ കോട്ടയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. പോർച്ചുഗീസ് ഭരണകാലത്ത് ഗോവയെ കടൽ അക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അഗോഡ കോട്ടയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് പണിതതാണ് ഈ ഒരു സിംഗോറിയം ഫോർട്ട് എന്ന് പറയുന്നത്. കടൽ വഴി വരുന്ന ശത്രുക്കളെ നിരീക്ഷിക്കാൻ തോക്കുകളും സൈനികരും ഇവിടെ വിന്യസിച്ചിരുന്നു. അഗോഡ കോട്ടയിലേക്കുള്ള പ്രവേശന പാതയും കടൽ തീരത്തെ നിയന്ത്രണവും സിംഗോറിയം കോട്ടയുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു സിംഗോറിയം ഫോർട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് പോകുന്നത്. ഇന്ന് നമ്മുടെ ഈ ഒരു സ്ഥലം അടിപൊളി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ചരിത്രവും കടലും ഒരുമിക്കുന്ന ഗോവയിലെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഫോർട്ടാണ്. ഇതിൻ്റെ ശരിക്കും ഈ ഒരു വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഡ്രോൺ വിഷ്വൽസ് ഒക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ കിട്ടും. അതൊന്ന് കണ്ടു നോക്കും, നല്ല രസമായിരിക്കും ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഡ്രോണൊന്നും ഇല്ലാത്തത് കൊണ്ട് സാധാ അതെനിക്ക് കാണിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് നിൽക്കണം. ഇവിടെ നല്ല തിരമാല അടിച്ച് കയറി വരുന്നുണ്ടായിരുന്നു, പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ മുകളിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. തലമുടിയെല്ലാം ചെടയായി, അവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് മൊത്തം ചെടയായി. പിന്നെ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ലഞ്ച് ഞങ്ങൾ കഴിക്കുന്നത് ഫിഷർമാൻസ് കോവ എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയിലെ ഒരു അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനും അച്ചും ഒരു ബിയർ ഓർഡർ ചെയ്ത് ചിയേഴ്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുടിക്കുക. ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അതുകൊണ്ട് ആരും കുടിക്കരുത്. ഞാൻ വേണമെങ്കിൽ താഴെ എഴുതി കാണിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഓർഡർ ചെയ്തത് ആദ്യം ഞങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ക്രാബ് ക്രാക്കേഴ്സ് ഓർഡർ ചെയ്തു. ഈ ക്രാബിൻ്റെ ഫ്ലേവറുള്ള ഒരു പപ്പടം. അതിനുശേഷം ഞാൻ കുറച്ച് റൈസും പിന്നെ ഫിഷിൻ്റെ കോക്കനട്ട് ഒക്കെ വെച്ച് നമ്മൾ സാധാരണ ഈ തേങ്ങ അരച്ച് പ്രോൺസ് കറിയും ഫിഷൊക്കെ വെക്കത്തില്ലേ, അതേ സെയിം ഒരു ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഭയങ്കര സ്പൈസി ഒന്നും അല്ല. സിമ്പിളായിട്ട് എന്തെങ്കിലും വേണമെന്നായിരുന്നു. അധികം വലിയ ഫാൻസി ഐറ്റംസ് ഒന്നും വേണ്ട, നോർമലായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അധികം ഞങ്ങളൊന്നും ഓർഡർ ചെയ്യാറുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കത്തി വിലയാണ്, അതുകൊണ്ട് ഞങ്ങൾ വേറൊന്നും ഓർഡർ ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എൻജോയ് ചെയ്യട്ടെ. ഫുഡ് വാങ്ങിച്ചത് ഇത് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നി. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ബീച്ചിൽ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാമേ. ഫുഡൊക്കെ കഴിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ബീച്ചിൽ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോലിം ബീച്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് അടുത്താണ്, എല്ലാം അടുത്തടുത്താണ്, ഒത്തിരി ഡിസ്റ്റൻസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്, നമുക്ക് പേ ചെയ്തിട്ട് പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോവാം. കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കാരണം ഇന്ന് കുറേ നടന്ന് അഗോഡ ഫോർട്ടിലായാലും മറ്റിടത്തൊക്കെ നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് നല്ലപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് മടി പിടിച്ച് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്, പക്ഷേ കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്കിത് അറിയുന്നില്ല. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു തിരക്കൊന്നും കാണത്തില്ല, പക്ഷെ നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞാൻ വെച്ചും കൂടെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു.
ബീച്ചിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. എന്നിട്ടാണെങ്കിൽ ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിതിലേ കൂടെ പോകുന്ന വഴിക്ക് കണ്ടതാണ് സ്വീറ്റ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഫി ഷോപ്പ്. മഴ സീസൺ ആണെങ്കിൽ നല്ല ചൂടുണ്ട്. ഇന്ന് ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. നമ്മൾ കുറേ നേരം ആ കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ടിരുന്നത് ഭയങ്കര ചൂട് തോന്നിച്ചു. അപ്പം വിചാരിച്ചു ഇനി കുറച്ച് AC ഒക്കെ കൊണ്ട് കുറച്ചൊരു കോഫിയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരു കോഫി ഷോപ്പ് തേടി ഇറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ താഴെയും മുകളിലുമുണ്ട്, 2 ഫ്ലോറായിട്ടാണ്. നല്ല ഇൻറ്റീരിയറൊക്കെയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്ത് ആശ്വാസമായിരുന്നു എന്നറിയോ, നല്ല തണുപ്പായിരുന്നു ഇങ്ങോട്ട് കയറിയപ്പോൾ. ചൂടിന്ന് ഇവിടേക്ക് കയറിയപ്പോൾ നല്ല തണുപ്പ്. പിന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് മൊത്തം തീർന്നു പോയി, ബാറ്ററി മൊത്തം കാലിയായിരുന്നു. ഇനി അതും കുറച്ച് നേരം കുത്തിയിടണം. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഓർഡർ ചെയ്തത് ഒരു മാച്ച ടീ ആയിരുന്നു. പിന്നെ അച്ചു സാധാ ഒരു കോഫി ആയിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷെ അച്ചുവിൻ്റെ കോഫി ആയിരുന്നു ബെറ്റർ. എൻ്റെ കൊള്ളൂലായിരുന്നു, ഒരു രസവും ഇല്ലായിരുന്നു. പിന്നെ എന്തോ ഒരു ക്രീം ബണ്ണും കൂടെ ഓർഡർ ചെയ്തു. വലിയ കുഴപ്പമില്ലായിരുന്നു, വലിയ റേറ്റിംഗ് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ ആയിരുന്നു. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം AC-യിലിരിക്കണം, പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് കാളങ്കോട് ബീച്ചിലേക്കാണ്. ഒരു ബീച്ചിൽ നിന്നും അടുത്ത ബീച്ചിലേക്ക്. ബീച്ച് ഗോവ ഫുൾ ബീച്ചാണല്ലോ. അപ്പം ഇവിടെ ഒരു എന്തോ സ്മാരകമൊക്കെ ഉണ്ട്. അവിടെയും നമുക്ക് പാർക്കിംഗ് ഉണ്ട്. നമ്മൾ പേ ചെയ്തിട്ട് പാർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നിടത്ത് കണ്ടു അവർ വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഇത് ഒരു ടിപ്പാണ്, നിങ്ങൾ എവിടെ ഗോവയിൽ പോയാലും പേ ചെയ്തിട്ട് എവിടെയെങ്കിലും വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. അപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം അച്ചു കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ കടകളുണ്ടായിരുന്നു. അപ്പോൾ അച്ചു പറഞ്ഞു, നീ ഇവിടെ കയറി ഒന്ന് നോക്കൂ, ചിലപ്പം കുറച്ച് നീ ലെങ്ത്തുള്ള ജഗിങ്സ് കിട്ടിയാലോ എന്ന്. അപ്പം ഞാൻ അവിടെ കയറി ചോദിച്ചു. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇനി എനിക്ക് ഫ്രീ ആയിട്ട് 2 കൈയും വിട്ട് ഫ്രീ ആയിട്ട് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാൻ ഞാനത് അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ എന്താ പറയുന്നത്, നമുക്ക് ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ട്, വാഷ്റൂം, ബാത്റൂം, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം അവിടെ ചേഞ്ചിങ് റൂം ഉണ്ടായിരുന്നു. അവിടെ കാശ് കൊടുത്തു, അകത്ത് കയറി അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് ബീച്ചിൽ കളിക്കാം, തുള്ളാം, ചാടാം, ഓടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹോയ് ഹോയ്. അങ്ങനെ കുറേ നാളിന് ശേഷം ഞങ്ങൾ ബീച്ചിലിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗോവയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ബീച്ചിലിറങ്ങിയത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടോലിം ബീച്ചിൽ പോയായിരുന്നു, പക്ഷെ അവിടെ നമ്മൾ ഇരുന്നതേ ഉള്ളൂ. അപ്പം ഗോവയിൽ നമ്മൾ ഇനിയിപ്പോൾ ഫുൾ ബീച്ചാണല്ലോ, പക്ഷെ ഇതാണ് ഗോവയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ബീച്ച്. കുറേ നേരം വെള്ളത്തിൽ ഞാൻ ഒച്ചും കളിച്ചു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു.
ഇവിടെ കണ്ടോ, ഇത് ബീച്ച് ഷാക്സ് ആണ്. ഇവിടെ നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം, രണ്ടടിക്കുന്നവരാണെങ്കിൽ അടിക്കാം, സൺസെറ്റ് എൻജോയ് ചെയ്യാം. അങ്ങനെ പല കലാപരിപാടികളുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ഇനിയും വരും കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് ബാഗ ബീച്ചിലേക്കാണ്. അപ്പോൾ ഇന്ന് ഡിന്നർ ബാഗ ബീച്ചിൽ അവിടെ ഒരുപാട് ബീച്ച് ഷാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എവിടുന്നെങ്കിലും ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് സ്കൂട്ടി എടുത്തു. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവിടെ നമ്മൾ ഇറങ്ങാൻ നേരം ചെറിയൊരു മഴ ഒന്ന് ചാറി. ഞങ്ങൾ വിചാരിച്ചു ഭയങ്കരമായിട്ട് പെയ്യുമായിരിക്കുന്നു, പക്ഷെ അധികം അങ്ങനെ ചാറിയില്ല. എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി ഞാനാണെങ്കിൽ ഒരു റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു, പക്ഷേ മഴ പെയ്തില്ല. അപ്പോൾ തൽക്കാലം ബൈ ബൈ. ഇനി നമുക്ക് ബാഗ ബീച്ചിലേക്ക് വിടാം. ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്ന് സ്കൂട്ടി പാർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ അവിടെ പള്ളിയിൽ ഇങ്ങനെ മണിയടിച്ച്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട് ഭയങ്കരമായിട്ട് ഓർമ്മ വന്ന്. ശനിയാഴ്ചയിലൊക്കെ ഇങ്ങനെ സന്ധ്യാനമസ്കാരത്തിനൊക്കെ ഇങ്ങനെ പള്ളിയിൽ മണിയടിക്കുന്നത് ഞാനിങ്ങനെ ഓർത്ത് പോയി. അയ്യോ, ഞാൻ കുറച്ച് നൊസ്റ്റോയിലേക്ക് പോയി. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞങ്ങൾ ബാഗ ബീച്ചിലേക്ക് നടക്കുകയാണ്. ഇതിലേക്കൂടെ പോകുന്ന വഴിയൊക്കെ എൻ്റെ പൊന്നോ ഭയങ്കര ശോകമാണ്. ഇവിടെ എല്ലാം അവിടെ എവിടെയും കച്ചടകളെല്ലാം വാരിയിട്ട് വൃത്തികേടാക്കിയിട്ടിരിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബാഗ ബീച്ച് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് താമസിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വരുന്ന വഴിക്ക് എനിക്കൊരു ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം വാങ്ങിയതും ഇല്ല, സമയമാണെങ്കിൽ പോവുകയും ചെയ്തു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര മഴക്കോള് കൊണ്ട് കിടക്കുകയാണ്. ഞങ്ങളിവിടെ വന്ന ഉടനെ ഇവിടെ മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ കണ്ട നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ബീച്ച് ഷാക്സ്. നല്ല രസമാണ്. ബാഗ ബീച്ചിൽ ബീച്ച് ഷാക്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഡിന്നറോ എന്തെങ്കിലുമൊക്കെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യണം. നല്ല രസമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഡിന്നർ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്, പക്ഷെ ഞങ്ങൾ ഓൾറെഡി ലേറ്റായി. ഇനിയിപ്പോൾ നല്ലൊരു മഴയും കൂടെ പെയ്യും, അതും കൂടെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് ഞങ്ങൾ ഓട്ടോ ഓടും. പ്രതീക്ഷിച്ചതുപോലെ മഴയൊക്കെ പെയ്തു. അവരവിടെ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് ചെയറൊക്കെ എടുത്ത് അവരെല്ലാം അകത്ത് വെക്കും. പിന്നെ ഞങ്ങളും മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടയിൽ കയറി നിന്നു. കുറച്ച് നേരത്തേക്കേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പം വീണ്ടും എല്ലാവരും വൈബിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ലൈറ്റ്സൊക്കെ ഓണാക്കും. എല്ലാവരും പിന്നെയും സജീവമായി. ഇത് കൊള്ളാല്ലേ ചു, ഈ ഓലയുടെ അമ്മാവൻ രണ്ടടിച്ചിട്ട്. ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല രസമായി. ലൈറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയാണ്. ഇവിടെ എന്താ ലൈറ്റ് ഇടാത്തെ? ഇട്ട് നല്ല ഭംഗിയുണ്ട്. റോസാബായ് ബീച്ച്. മഴ
ഉച്ചയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കടലും ആ ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര രസമല്ല, നിങ്ങൾ ആകാശം നോക്കിയിട്ട് ലൈറ്റ് പിങ്ക് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഈ ഷാർക്സ് ഉണ്ടല്ലോ, ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും കയറാം. പിന്നെ ഇവിടെ അവിടുത്തെ ഹോട്ടൽ ജീവനക്കാർ വന്നിട്ട് നമുക്ക് മെനു ഒക്കെ കാണിച്ചു തരും. വല്ല ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ, ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരും. ഞങ്ങളുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ഞങ്ങൾ ഇപ്പോൾ കുറച്ച് അധികം ലേറ്റായി പോയല്ലോ, ഓൾറെഡി ലേറ്റായിട്ടാണ് വന്നത്, പിന്നെ മഴ പെയ്ത് ഒന്നും കൂടെ ലേറ്റായിപ്പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇന്ന് ഇവിടുന്ന് ഡിന്നറൊന്നും കഴിക്കേണ്ട, നമുക്ക് വേറെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടത്തോട് വിട പറഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം വീട്ടിൽ പിന്നെ ചെന്നെത്തുമ്പോഴത്തേക്ക് പിന്നെയും കുറേ ലേറ്റാവും. അത് വേണ്ട, അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം ഗോവയിലെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഫാറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഇവർക്ക് ഇവിടെ തന്നെ 2 ബ്രാഞ്ച് ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഇവർക്ക് 2 റെസ്റ്റോറൻറ്റ്. അത്രയ്ക്കും തിരക്കായിരിക്കും. നമ്മൾ ലഞ്ച് ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇപ്പം ഞങ്ങൾ ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് തിരക്കങ്ങോട്ടായിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. അപ്പം ഇവിടെ നിന്നാണ് നമ്മളിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഗോവയിലുണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ എല്ലായിടത്തും ഫുഡിന് എനിക്ക് ഫീൽ ചെയ്തത് അത്യാവശ്യം നല്ല കത്തി വിലയായിരിക്കും അവർ വെക്കുന്നത്. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നല്ല അത്യാവശ്യം റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ മറ്റ് റെസ്റ്റോറൻറ്റുകളെ അപേക്ഷിച്ച് എനിക്കങ്ങനെ ഭയങ്കര കത്തി വിലയായിട്ടൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിട്ടും ഏകദേശ വിലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തത് ഫിഷ് ഫിംഗേഴ്സ് ഓർഡർ ചെയ്തു, പിന്നെ പ്രോൺസ് ബിരിയാണി, പിന്നെ ഞങ്ങൾ സ്ക്വിഡ് കണവ ഫ്രൈയും കൂടെയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ അച്ഛൊരു ബിയർ വാങ്ങിച്ചു, ഞാനൊരു ബ്രീസർ വാങ്ങിച്ചു. പിന്നെ ഞാൻ പറയുന്നു, ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ആരും വാങ്ങിക്കരുത്, കുടിക്കരുത്, ഇതൊന്നും ശീലമാക്കരുത്. ഓക്കെ, അപ്പോൾ ഫിഷ് ഫിംഗേഴ്സ് ഞാൻ 10-ഒരു 7 മാർക്ക് കൊടുക്കും. അതുപോലെ തന്നെ പ്രോൺസ് ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രോൺസ് ബിരിയാണിക്കൊരു നാടൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരുടെ താലി കഴിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഗോവയിൽ വന്നിട്ട് ഇതുവരെ താലി കഴിച്ചില്ല. ഓക്കെ, നമുക്ക് നാളെ വല്ലതും ട്രൈ ചെയ്യാം. ഇന്ന് ഞാൻ പ്രോൺസ് ബിരിയാണി ഇവിടുന്ന് കഴിച്ചു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാടൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അച്ഛനും കൂടെ കൂടിയിട്ട് പ്രോൺസിന് ഒരു 9 മാർക്ക് കൊടുത്തിട്ടുണ്ട് 10-ൽ. പിന്നെ സ്ക്വിഡും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അതിലും ഞങ്ങൾ 10-ൽ 9 മാർക്ക് കൊടുത്തു. നമ്മുടെ നാടൻ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു, ഈ കണവ ഫ്രൈക്കൊക്കെ നല്ല നാടൻ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ഫാറ്റ് ഫിഷ് റെസ്റ്റോറൻറ്റ് അങ്ങനെ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, റേറ്റിംഗ് നല്ലതാണ്. അതുപോലെ തന്നെ ഞാനും ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ ഫാറ്റ് ഫിഷിൽ വരിക. പിന്നെ ഇവരുടെ താലിയൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ താലി കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പ്രോൺസ് ബിരിയാണിക്ക് ഞാൻ ഫുൾ മാർക്ക് കൊടുക്കും, കണവയ്ക്കും ഫുൾ മാർക്ക്. പക്ഷേ ഫിഷ് ഫിംഗേഴ്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പം ഇതാണ് ഡിന്നർ. നല്ല ടേസ്റ്റി ആയിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ ടേബിൾ നോക്കണം, ഫുൾ ഞങ്ങൾ കാലിയാക്കിയിട്ടുണ്ട്. മൊത്തം വടിച്ച് തിന്നിട്ടാണ് ഇറങ്ങിയത്. അപ്പം അത്രയേ ഉള്ളൂ. ഫുഡ് കഴിച്ചിട്ട് കാണാം.
ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡ് എത്ര ടേസ്റ്റി ആയിരുന്നു. ഞാനും അച്ഛനും കൂടെ ഫുൾ വടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, മോശം പറയാനായിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ പ്രോൺസ് ബിരിയാണിയും കണവയും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ താലി ഇവിടെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. പക്ഷേ ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫാറ്റ് ഫിഷ് എന്ന പേര് പോലെ തന്നെ ഇവർ വെളിയിലൊരു തക്കടുമുണ്ടൻ ഫിഷിനെ വെച്ചിട്ടുണ്ട്. നല്ല നിലാവുള്ള രാത്രിയിൽ നല്ല വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ സംഭവങ്ങളാണ് ഞാൻ പറ്റുന്നത് പോലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇനിയും ഗോവൻ വ്ളോഗ്സ് വരുന്നുണ്ട്. ഈ വീഡിയോസൊന്നും ഇവിടെ തീരുന്നില്ല, ഇനിയും വ്ളോഗ്സ് വരുന്നതേ ഉള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.